നമ്മൾ ഇൻകം ടാക്സ് 2-ൻ്റെ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇല്ലസ്ട്രേഷൻ 5-ലേക്ക് വരികയാണ്. മിസ്റ്റർ എ ഗീവ്സ് ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് റിലേറ്റിംഗ് ടു ദ അസസ്മെൻറ്റ് ഇയർ 2024-25. അപ്പോൾ എയുടെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. ഇൻകം ഫ്രം സാലറി 4 lakh എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് നഷ്ടമാണ് 70,000. ബിസിനസ് ലോസ് ഒരു 1 lakh ഉണ്ട്. ബാങ്ക് ഇൻട്രസ്റ്റ് 80,000 ഉണ്ട്. മിസ്റ്റർ എയുടെ ഇൻകം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സിബിൾ ഇൻകം ഓഫ് മിസ്റ്റർ എന്ന ഹെഡിങ് കൊടുക്കുന്നു, ഒരു പർട്ടിക്കുലർ കോളവും എമൗണ്ട് കോളവും ഒക്കെ വരയ്ക്കുന്നു. അയാളുടെ ഇൻകം ഫ്രം സാലറി എഴുതി 4 ലക്ഷം. സാലറിയിലേക്ക് നമുക്ക് ഹൗസ് പ്രോപ്പർട്ടിയുടെ നഷ്ടമൊക്കെ സെറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 70,000, അങ്ങനെ 3,30,000 കിട്ടി. ദെൻ നമ്മൾ പറഞ്ഞായിരുന്നു ബിസിനസ്സിൽ എന്തെങ്കിലും നഷ്ടമുണ്ടെങ്കിൽ സാലറിയിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു ഇൻകം ഉള്ളത് ബാങ്ക് ഇൻട്രസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഇൻകം ഫ്രം അതർ സോഴ്സ് 80,000 രൂപയുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസ്സിൻ്റെ നഷ്ടം കുറയ്ക്കാമല്ലോ. സാലറിയിലേക്ക് കുറയ്ക്കാൻ പാടില്ല എന്നല്ലേ ഉള്ളൂ. അപ്പോൾ ബിസിനസ് ലോസ് 1 ലക്ഷം. കുറച്ച് കഴിഞ്ഞാൽ 20,000 രൂപ ഇനിയും നഷ്ടം കിടക്കുവാണ്. അത് നമുക്ക് സാലറിയിലേക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ബിസിനസ് ലോസ് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ, അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനേ പറ്റുള്ളൂ. ബിസിനസ് ലോസ് ടു ബി ക്യാരി ഫോർവേഡ് എന്ന് പറഞ്ഞ് ഇന്നർ കോളത്തിൽ തന്നെ കാണിക്കുക 20,000. അങ്ങനെയാണെങ്കിൽ അയാളുടെ ഈ വർഷത്തെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 3,30,000. എന്താ അതിൻ്റെ കാരണം? നിങ്ങൾക്ക് ചിന്തിക്കാം ഇൻകം ഫ്രം അതർ സോഴ്സ് ഇവിടെ കൂട്ടിയിട്ട് ബിസിനസ് ലോസ് അങ്ങ് കുറച്ചാൽ പോരെയെന്ന്. പക്ഷേ അങ്ങനെയല്ല. ബിസിനസ് ലോസ് ഒരിക്കലും സാലറിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അതർ സോഴ്സിൽ നിന്ന് ലോസ് കുറച്ചിട്ട് ബാക്കിയുള്ള ലോസിനെ നെക്സ്റ്റ് ഇയറിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പ്രോബ്ലം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കി ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാം. കീപ് വാച്ചിങ്. താങ്ക് യു.